سؤالي. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ചില സംഭാഷണങ്ങളിലൂടെ മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ള ചില ഇടപാടുകൾ, ജിന്നുകൾ മൂലമുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, ഇവയാണ് നാം പരാമർശിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജിന്നുകൾ മനുഷ്യരെ ബാധിക്കുന്നത്, അഥവാ ജിന്ന് ബാധ അഥവാ പിശാച് ബാധ എന്നുള്ളത്. അങ്ങനെ ഒരാളെ പിശാച് ബാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചില ലക്ഷണങ്ങളുണ്ടാവും. ഈ ലക്ഷണങ്ങൾ പലപ്പോഴും ചില രോഗങ്ങളുമായി സാമ്യമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥ രോഗമാണോ അതോ ഈ പിശാച് ബാധയുടെ ലക്ഷണമാണോ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ചികിത്സയിൽ അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമുക്ക് പിശാച് ബാധ ലക്ഷണങ്ങൾ എന്തെന്ന് വിശദമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലക്ഷണങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, രോഗി ഉണർന്നിരിക്കുമ്പോൾ ചില ലക്ഷണങ്ങളാണ്. പിശാച് ബാധിതനായ വ്യക്തിയെ സംബന്ധിച്ച് അയാൾ മൂഡ് ചേഞ്ചസ്, സ്വഭാവത്തിൽ ചേഞ്ചസ് ഉണ്ടാവും, വികാരങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. ഉദാഹരണമായിട്ട് ചെറിയ കാര്യത്തിനും ദേഷ്യപ്പെടുക, നിസ്സാര കാര്യം അകാരണമായി ദേഷ്യപ്പെടുക. അതായത് ദേഷ്യപ്പെട്ടാൽ പിന്നെ ദേഷ്യം കൊണ്ട് അധികരിക്കുക, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക, വളരെ ഒച്ചയിടുക, ശാപവാക്കുകൾ. ഇപ്പോൾ തള്ളമാരാണത്തിലെ മക്കളവരെയും ശപിച്ച് മറ്റുള്ളവരെ ശപിച്ച് അങ്ങനെ ശാപവാക്കുകൾ ഉച്ചരിക്കുക. അതുപോലെ തന്നെ ഉത്കണ്ഠ, ഉന്മാദാവസ്ഥ, വിഷാദം, അമിതമായ ഭയം എന്ന് പറഞ്ഞാൽ ഒരു റൂമിലേക്ക് കടക്കാൻ പോയി ചിലപ്പോൾ ഭയം. ഒരു കൊച്ചുകുട്ടിയെങ്കിലും വേണം ഒന്ന് കൂടെ, എങ്കിലേ ഒരു റൂമിലേക്ക് കടക്കാൻ പറ്റും, അതുപോലുള്ള ഭയം. അതുപോലെ തന്നെ അകാരണമായി കരയുക, നിസ്സാര കാര്യങ്ങൾ കരയുക, അകാരണമായി ചിരിക്കുക. അതുപോലെ തന്നെ വളരെ പിരിമുറുക്കം. ചിലർക്കാണെങ്കിൽ ഒഴിഞ്ഞിരിക്കണം, ആരുമായി മിങ്കിൾ ചെയ്യാനുള്ള, ഇടപഴകാനുള്ള താല്പര്യമില്ല. അത് ഒസ്വാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോർ അടച്ചോ എന്നിങ്ങനെ സംശയം. ചില ആളുകൾ ഡോറിൻ്റെ മുന്നിൽ രാത്രി മുഴുവൻ ചെലവഴിക്കും അടച്ചോ എന്ന് സംശയിച്ചുകൊണ്ട്. ആ ഒസ്വാസ് അത് വർദ്ധിച്ച് അത് ഭ്രാന്ത് എന്ന് പറയുന്ന അവസ്ഥ വരെ എത്തിച്ചേരാം. അപ്പോൾ ഇതുപോലുള്ള വൈകാരികാവസ്ഥ ഉള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ അവരുടെ സ്വഭാവത്തിൽ ചിലപ്പോൾ ഇരട്ട വ്യക്തിത്വം, ഡബിൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അവർ നോർമലായിരിക്കും, ഒരു കുഴപ്പവും കാണില്ല. ചില സമയം നേരെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും. ഇയാൾ തന്നെ ആയിരുന്നോ നേരത്തെ നമ്മളോട് ഇടപഴകിയത് എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള വ്യത്യാസം കാണാൻ സാധിക്കും, ഇരട്ട വ്യക്തിത്വം. അതുകൊണ്ട് കാണുന്ന അന്യഭാഷ സംസാരം. നമുക്ക് പലപ്പോഴും ചില ആളുകളിലെ പ്രാർത്ഥനാ സ്ഥലത്തെല്ലാം അന്യഭാഷ സംസാരം. വാസ്തവ അന്യഭാഷ സംസാരം എന്ന് പറയുന്നത് ദിവ്യത്വമായിട്ടാണ് പലരും കണക്കാക്കാറ്. പക്ഷേ അത് പിശാചുകൾ അവർ പ്രവേശിക്കുമ്പോഴാണ് ആ സംസാരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വൃത്തിയില്ലായ്മ, വസ്ത്രത്തിലും ശരീരം വൃത്തിയാക്കുന്നതിലും യാതൊരു ശ്രദ്ധയും കാണിക്കാതിരിക്കുക. ഇരുട്ടിനുള്ള താല്പര്യം, എപ്പോഴും ഇങ്ങനെ ഇരുട്ട്, ലൈറ്റൊക്കെ ഓൺ ചെയ്താൽ എപ്പോഴും ഓഫ് ചെയ്തിടുക. ബാത്റൂമിലെല്ലാം ഒരുപാട് സമയം ചിലവഴിക്കുക. അതുപോലെ തന്നെ നിരന്തരം ബാത്റൂമിൽ പോവുക, മടി, അലസത, അതുപോലെ ചില ശബ്ദങ്ങൾ, അപശബ്ദങ്ങൾ പുറപ്പെടുക. ഇങ്ങനെയുള്ള ചില പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ ചില നാഡീ സംബന്ധമായ രോഗലക്ഷണം കാണിക്കും. ചില ബോധക്ഷയം, നമ്മുടെ ഹിസ്റ്റീരിയ എന്നൊക്കെ സാധാരണ ആളുകൾ പറയുന്ന തരത്തിലുള്ള ബോധക്ഷയം. അതുപോലെ തന്നെ മറവി, പെട്ടെന്ന് മറന്നു പോവുക, പരിസരബോധം നഷ്ടപ്പെടുക. പിന്നെ ചില തോന്നലുകൾ, ചിലപ്പോൾ ചിലത് ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് തോന്നും, ഹലൂസിനേഷൻസ്. അതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ കേൾക്കുക, മറ്റാരും കേൾക്കാത്ത ശബ്ദങ്ങൾ ആ വ്യക്തി മാത്രം കേൾക്കുക. അതുപോലെ ചില സ്മെല്ലുകൾ, ഗന്ധം അനുഭവപ്പെടുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തലവേദന. ഏത് മരുന്ന് കഴിച്ചാലും മാറാത്ത സ്ഥിരം തലവേദന. അതുപോലെ തന്നെ ചില അവയവങ്ങളുടെ പ്രവർത്തനം നഷ്ടപ്പെടുക. ചിലപ്പോൾ താൽക്കാലിക കാഴ്ച, കേൾവി, അതുപോലെ ചില അവയവങ്ങൾ തളരുക, കയ്യോ കാലോ ഒക്കെ തളരുക. പക്ഷേ പരിശോധനയിൽ ഒന്നും കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ശരീരത്തിന് മൊത്തം ഒരു തളർച്ച ബാധിച്ച പോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പോലെ അവസ്ഥ ഉണ്ടാകുക. പിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വേദന അനുഭവപ്പെടുക. അതുപോലെ ചില കുടച്ചിൽ അങ്ങനെയെല്ലാം കാണപ്പെടുക. അതുപോലെ ശക്തമായ ഉറക്കം തൂങ്ങൽ, തലചുറ്റൽ. അതുപോലെ ചില ആളുകൾക്ക് ഉറക്കം തീരെ ഇല്ലാതെ വരിക, എന്നാൽ ചിലർക്ക് അമിതമായ ഉറക്കം ഉണ്ടാകുക. അതുപോലെ തന്നെ അപസ്മാരം, പ്രത്യേകിച്ച് കാരണമില്ലാത്ത അപസ്മാരം. ഇതുപോലെയുള്ള നരമ്പ് സംബന്ധമായ രോഗങ്ങൾ. അതുപോലെ തന്നെ നെഞ്ചുവേദന, പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്നെല്ലാം സംശയിച്ചുകൊണ്ട് ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നെഞ്ചുവേദന. അതുപോലെ തന്നെ ചില ശ്വാസം മുട്ടലുകൾ പരിശോധിക്കുമ്പോൾ എക്സ്റേ എടുത്ത് മറ്റ് ടെസ്റ്റെല്ലാം ചെയ്യുമ്പോൾ എല്ലാം നോർമലായിരിക്കും. അതുപോലെ തന്നെ അകാരണമായ ചുമക്കുക, പരിശോധനയെല്ലാം നോർമലായിരിക്കും. പിന്നെ വൈറസ് സംബന്ധമായ ചില രോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചില രോഗങ്ങൾ പ്രത്യേകിച്ച് കാരണം കണ്ടെത്താനാവാത്ത അൾസറുകൾ, അതുപോലെ വയറുവേദന, വയറുസ്തംഭനം, ഇതുള്ള അവസ്ഥകൾ. അതുപോലെ ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, അമിതമായ രക്തപ്രവാഹം, രക്തസ്രാവം,
അതുപോലെ തന്നെ ഉള്ള രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, പലപ്പോഴും ത്വക്ക് രോഗ വിദഗ്ധർ പോലും ചികിത്സിച്ചാൽ മാറാത്ത ത്വക്ക് രോഗങ്ങൾ, ദീർഘമായ കാലമായി നിലനിൽക്കുന്നവ, ഇങ്ങനെയുള്ള ശാരീരിക രോഗങ്ങളെ കൂടാതെ തന്നെ സ്പിരിച്വലായിട്ടുള്ള ചേഞ്ചസ്, ആത്മീയമായ മാറ്റങ്ങൾ, ആരാധനയോടുള്ള വിമുഖത, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ, ഖുർആൻ പാരായണം ഓതി മന്ത്രിക്കോ മറ്റോ ചെയ്താൽ വലുതായ അട്ടഹാസം പുറപ്പെടുവിക്കുക, വയലൻ്റ് ആകുക, ഇതുപോലത്തെ അവസ്ഥകൾ, ഇങ്ങനെ പലതരത്തിൽ രോഗലക്ഷണങ്ങൾ, ഒരുപാട് രോഗലക്ഷണങ്ങൾ. എന്നാൽ ശരീരത്തിൻ്റെ മിക്കവാറും എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ രോഗലക്ഷണങ്ങൾ പിശാച് ബാധിച്ച ആളുകൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ രോഗവും പൈശാചികബാധമുള്ള രോഗങ്ങളെക്കുറിച്ചും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും ആളുകൾ ദീർഘകാലം നിരവധി പരിശോധനകൾക്ക് വേണ്ടിയും മരുന്നുകൾക്ക് വേണ്ടിയുമെല്ലാം പണം ചെലവാക്കി അവസാനം മടുത്തിട്ടാണ് അവർ നമ്മുടെ അടുത്തൊക്കെ ചികിത്സയ്ക്ക് വരാറുള്ളത്. പക്ഷേ നമുക്ക് പലപ്പോഴും പരിശോധന കാണാൻ സാധിക്കുന്നത് അവർക്കൊരു ശാരീരികവുമില്ല, മറിച്ച് പൈശാചികമായ രോഗമായാലും അവർക്ക് കാണാൻ സാധിക്കും. അതിനുള്ള ചികിത്സ നൽകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അവർ അതിൽ നിന്നും മുക്തമാകും. നമുക്ക് അനുഭവത്തിലുള്ളതാണ്. ഇത് വർഷങ്ങളായുള്ള പരിചയത്തിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ പിശാച് ബാധ ഏറ്റ വ്യക്തിയിൽ നിന്നും ഒരുപാട് തിന്മകൾ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ അസാധാരണമായി കാണുന്ന കാര്യങ്ങൾ, മക്കളവരെ ഉപേക്ഷിച്ച് പോകുന്ന അമ്മമാർ, മക്കളെ കൊല്ലുന്ന പിതാക്കളെ കൊല്ലുന്ന മക്കൾ, ഇവരുടെ എല്ലാം ശരിക്കും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം പൈശാചിക ബാധകൾക്ക് അടിമപ്പെട്ടവരെ കാണാൻ സാധിക്കും. അല്ലാതെ ഒരിക്കലും നോർമലായുള്ള ആളുകൾക്ക് ചെയ്യാൻ ഇതൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ, വിവാഹം നടക്കാതിരിക്കുക, നടന്ന് വിവാഹം തന്നെ മുന്നോട്ട് പോകാത്ത അവസ്ഥ ഉണ്ടാകുക, ഭാര്യ ഭർത്താക്കന്മാരുടെ ഭിന്നിപ്പ്, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇവ വ്യക്തമായി നാം മനസ്സിലാക്കണം. അതിന് കൃത്യമായ ചികിത്സകൾ നാം ചെയ്തുകൊണ്ട് നാം അതിൽ നിന്ന് മുക്തമാകുവാൻ ശ്രമിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇത് കൂടാതെ തന്നെ ഈ വ്യക്തിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്ന, നമ്മുടെ പ്രോപ്പർട്ടികൾക്ക് ബാധിക്കുന്ന ഒരുപാട് ഉപദ്രവങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പത്രത്തിലുള്ള വാർത്തയാണ്, കുട്ടികൾ തൊട്ടതെല്ലാം തീ കത്തും, തീക്കനലായ ഒരു കുടുംബം. ഇതുപോലെ നിരവധി വാർത്തകൾ കാണാൻ സാധിക്കും. അതായത് ആ കുടുംബത്തിൽ തീയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ മദീനയ്ക്കടുത്തുള്ള പ്രദേശത്ത് ഇതുപോലെ ഒരു വീട്ടിൽ അവർ ഒരു കുടുംബമായി ഇരിക്കുന്നിടത്തൊക്കെ തീ വരും. അങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു ഹെലികോപ്റ്റർ അടക്കം ഫയർഫോഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. ഫയർഫോഴ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ അയാളിരിക്കുന്ന തീ വരും. അപ്പോൾ ഇതുപോലെ അവസാനം ആ സൗദി അറേബ്യയിലുള്ള മദീനത്തുള്ള ഒരു പണ്ഡിതൻ ഇതിൻ്റെ കാരണം വ്യക്തമായി മനസ്സിലാക്കി അദ്ദേഹം ചികിത്സ നടത്തി ആ പൈശാചിക ഉപദ്രവത്തിൽ നിന്നും അവരെ മുക്തമാക്കിയ ശേഷമാണ് ആ പ്രശ്നം അവർക്ക് മാറിയത്. മറിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം ശാസ്ത്രജ്ഞന്മാർ വന്നു, അത് ഗ്യാസ് ലീക്കാണ്, അതുപോലെ തന്നെ കത്തുന്ന ഫംഗസാണ്, വൈറസാണെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിന് കൃത്യമായൊരു പരിഹാരം കാണാൻ സാധിച്ചത്. മറിച്ച് അവിടെയുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നൊരു പണ്ഡിതൻ, അദ്ദേഹമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് ചികിത്സ നടത്തിയിട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഇതുപോലുള്ള നിരവധി സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ്, വികാരം, അവൻ്റെ ശരീരം, അവൻ്റെ കുടുംബം, സമ്പത്ത്, തൊഴിൽ, വിദ്യാഭ്യാസം, വസ്തുവകകൾ, കച്ചവട ഇടപാടുകൾ, പരസ്പര ബന്ധങ്ങൾ, ഇവയെല്ലാം ബാധിക്കുന്ന, എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന, താറുമാറാക്കുന്നൊരു വിഷയമാണ് ഈ പിശാച് ബാധ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നിസ്സാരമായി നാം കാണരുത്. പലപ്പോഴും ഇതെല്ലാം ഈ ആധുനികത്തിൽ സംസാരിക്കേണ്ടതുണ്ടോ, ഇതൊക്കെ പിന്തിരിപ്പൻ വാർത്തകളല്ലേ, സംസാരമല്ലേ എന്തെല്ലാം പറഞ്ഞു പരിഹസിക്കുന്ന ആളുകളുണ്ട്. അവർ ഈ പിശാചുകളുടെ സഹായികളാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ പോക്കറ്റടിക്കാരുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ അവരാരാണ്? പോക്കറ്റടിക്കാരുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് പിശാച് ബാധ ഇല്ല എന്ന് പറയുന്നവർ വാസ്തവത്തിൽ പിശാച് ബാധ ചികിത്സിക്കുന്നത് തടസ്സപ്പെടുത്തുകയും പിശാചിനെ സഹായിക്കുകയും ചെയ്യുന്ന പിശാചിൻ്റെ വാക്താക്കളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കാര്യങ്ങൾ വസ്തുക്കൾ വ്യക്തമായി മനസ്സിലാക്കുക, വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുക, അതിനുള്ള പരിഹാരങ്ങൾ തേടുക. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
سؤال